ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹരിനന്ദൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള അശോകേട്ടൻ്റെ വീട്ടിൽ കണ്ണിമാങ്ങ തന്നെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പെറുക്കിയിട്ട് ഉപ്പിലിടാൻ വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ രാവിലെ തന്നെ പോയി പെറുക്കുക കേട്ടോ ഗൈസ്. അവിടെ കുറേ ഇന്നൊക്കെ വീണ പച്ച അങ്ങനെ കണ്ണിമാങ്ങ കൊഴിഞ്ഞ് വീണിട്ട് ഗൈസ്. പിന്നെ എടുക്കാൻ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ തനി നാടൻ പച്ചമുളകും പറിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് വലിയ മാങ്ങ 2-3 ഉള്ളൂ, പിന്നെയുള്ള ചെറുതന്നെ കേട്ടോ. പിന്നെ നല്ലോണം നമ്മൾ കഴുകണം കേട്ടോ ഗൈസ്. പിന്നെ പൊട്ടിയതൊക്കെ പൊട്ടിയതാട്ടോ ഗൈസ്. പിന്നെ അതിൻ്റെ കണ്ണി 2 ഭാഗവും നമ്മൾ മുറിച്ച് ഒഴിവാക്കണം കേട്ടോ. പിന്നെ മസാല കയറാൻ വേണ്ടിയിട്ട് ഞാനൊരു വെട്ടിട്ടെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിയാൽ മതി. പിന്നെ ഒരു വെള്ളത്തുള്ളി പോലും അതിലുണ്ടാകാൻ പറ്റില്ല, മൊത്തം ജലാംശം പോലും തുടച്ച് മാറ്റണ്ട ഗൈസ്. പിന്നെ ആ തുടച്ചിടണ പാത്രം വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. അതേമാതിരി തന്നെ മുളകും തുടയ്ക്കണം കേട്ടോ ഗൈസ്. പിന്നെ മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പിലിടാൻ തുടങ്ങുക കേട്ടോ ഗൈസ്. അപ്പോൾ തന്നെ നമ്മളൊരു നല്ലൊരു കുപ്പി എടുക്കുക, അതിൽ വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് തന്നെ മാങ്ങ ഇടുക, പിന്നെ മുളക്, ഉപ്പ് ഓരോ ലെയറാക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും മസാലയല്ല ആ ഒരു ഉപ്പൊക്കെ പിടിക്കും. പിന്നെ മുളക് ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം സുർക്ക ഒഴിക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് കൂടിപ്പോയി സുർക്ക. പിന്നെ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം അത്യാവശ്യം കൂട്ടീന് കേട്ടോ, സുർക്ക കൂടിയോണ്ട് അത്യാവശ്യം തോനെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളെ കണ്ണിമാങ്ങ ഏകദേശം റെഡിയാണ്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് മൂടിയതിന് ശേഷം നല്ല കുലുക്കിയിട്ട് കണ്ടോ സ്ഥലത്ത് വെക്കാൻ. വെറൈറ്റി വീഡിയോസുമായി ഹരിനന്ദൻസ് വ്ലോഗ് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. സൈനിങ് ഔട്ട്, ക്യാമറാമാൻ അച്ഛനോടൊപ്പം ഹരി.